നമസ്കാരം. സംവാദത്തിനുള്ള ക്ഷണം ബഹുമാന്യനായ UDF സ്ഥാനാർത്ഥി നിരസിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം സംവാദത്തിന് തയ്യാറാവാത്തത്, അതിൽ നിന്ന് ഒളിച്ചോടുന്നത്? കാര്യം വളരെ വ്യക്തമാണ്. സംവാദത്തിലേർപ്പെട്ടാൽ സത്യം പുറത്തു വരും. അസത്യം പ്രചരിപ്പിക്കാൻ നല്ലത് ഫേസ്ബുക്കിൽ ഒറ്റയ്ക്കിരുന്ന് പറയുന്നതാണ്. ഇന്നലെ തൃത്താല ഗവൺമെൻറ് കോളേജിൻ്റെ കിഫ്ബി കെട്ടിടത്തിൻ്റെ അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം തന്നെ കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. തൃത്താല ഗവൺമെൻറ് കോളേജിലെ കെട്ടിടത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതൊന്ന് കേൾക്കൂ. അവിടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുണ്ടെങ്കിൽ അവിടെ കിഫ്ബി പ്രഖ്യാപിച്ചിട്ടുണ്ട് 7.5 കോടിയുടെ കെട്ടിടം 2017 പ്രഖ്യാപിച്ചതാണ്. അതിന്റെ ഫോട്ടോ എന്നെടുത്ത് ഇടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. കേട്ടില്ലേ? അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് കിഫ്ബി പ്രഖ്യാപിച്ച 7.5 കോടിയുടെ കെട്ടിടത്തിൻ്റെ ഫോട്ടോ എടുത്തിടാൻ കഴിയുമെങ്കിൽ ആ ഫോട്ടോ എന്നെടുത്തിട് എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ഒരു വെല്ലുവിളിയായി തന്നെ അത് സ്വീകരിക്കാൻ ആണ് അദ്ദേഹം പറയുന്നത്. ആ വെല്ലുവിളി സ്വീകരിച്ചാണല്ലോ കിഫ്ബിയുടെ കെട്ടിടം പൂർത്തിയാക്കിയത്. അതിൻ്റെ ഫോട്ടോ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതാ എടുത്തിട്ടിരിക്കുന്നു. എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ 9ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് അത് യാഥാർത്ഥ്യമാക്കിയത്. അദ്ദേഹം പറഞ്ഞതുപോലെ 7.5 കോടിയുടെ അല്ല കേട്ടോ, 8.6 കോടി രൂപയുടെ ഗവൺമെൻറ് കോളേജ് കെട്ടിടത്തിൻ്റെ ഫോട്ടോ. അദ്ദേഹം വെല്ലുവിളിച്ച കിഫ്ബി കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വെറും 1.5 വർഷം കൊണ്ടാണ് ഈ കെട്ടിടത്തിൻ്റെ, ഈ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നും ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. അദ്ദേഹം വെല്ലുവിളിച്ചതാണ് നിങ്ങൾക്കത് കഴിയുമോ എന്ന് 2021 കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഈ തെരഞ്ഞെടുപ്പ് കാലം ആയപ്പോഴേക്കും ഞാനത് പൂർത്തിയാക്കിയിരിക്കുന്നു. അത് 9ാമത്തെ പേജിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ ആ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ് അതിൻ്റെ ആൾ ഞമ്മളാണ് എന്ന്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് സംവാദത്തിന് വരാത്തതെന്ന്.